ഈ ഒരു കമന്റ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടത്. കുറെ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമ കൂടിയാണ് മിഡ്സമ്മർ. അരി ആസ്ട്രയാണ് സിനിമയുടെ ഡയറക്ടർ. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ഈ ഹൊറർ സിനിമകൾ എന്ന് പറയുമ്പോൾ, ഞാൻ പേഴ്സണലി ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ സാധാരണ ഭയങ്കര ഇരുട്ടൊക്കെ ആയിട്ട്, അതായത് ചെറിയൊരു ഡാർക്ക് ടോണിലൊക്കെ പോയി വലിയ വിഷ്വലി അപ്പീലിംഗ് അല്ലാത്ത കുറച്ച് വിഷ്വൽസ് ഒക്കെ വന്ന് പെട്ടെന്നൊരു ജംപ് സ്കെയർ ഒക്കെ വന്ന് നമ്മളെ ശരിക്കും പേടിപ്പിച്ച് അങ്ങനത്തെയൊക്കെ ഒരു സിനിമ ആണ് എൻ്റെ മനസ്സിൽ ഹൊറർ എന്ന് പറയുമ്പോൾ. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഹൊറർ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത്. മിഡ്സമ്മർ എൻ്റെ എല്ലാ അസംഷനും തെറ്റിച്ചൊരു സിനിമയാണ്. ഇത്രയും ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും വെളിച്ചത്തിൽ നമ്മൾ ഇത്രയും പേടിക്കുന്ന എനിക്ക് മനസ്സിലായത് മിഡ്സമ്മർ കണ്ടിട്ടാണ്. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള മൂവിയാണ്. അതായത് ഈ സിനിമ വിച്ച് ക്രാഫ്റ്റ്, പാഗനിസം, പിന്നെ സാത്താനിക് കൾച്ചർ, അല്ലെങ്കിൽ കുറച്ച് ക്രൂവൽ വയലൻസ്, ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഇങ്ങനത്തെ സിനിമ ജോണറുകൾ താല്പര്യമുള്ളവർക്ക് മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് മിഡ്സമ്മർ. അപ്പോൾ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ഭയങ്കര ട്രാജഡി എന്നാണ്, ഒരു ട്രാജിക് മൊമെന്റിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ സിനിമയുടെ മെയിൻ ക്യാരക്ടർ ഡാനിയാണ്. ഡാനിയായിട്ട് ആക്ട് ചെയ്തിരിക്കുന്ന ഫ്ലോറൻസ് പ്യൂ ആണ്. നമ്മൾ ഓപ്പൺഹൈമറിലൊക്കെ ഉള്ള ഒരു ആക്ട്രസ് ആണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് ആണ്. അവരുടെ ഒരു മാസ്റ്റർ പീസ് വർക്ക് തന്നെയാണ് ഈ മിഡ്സമ്മർ. അപ്പോൾ അങ്ങനെ സിനിമ ഒരു ട്രാജിക് മൊമെന്റിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഡാനിയുടെ വീട്ടുകാർ, ഡാനിയുടെ സിസ്റ്റർ അത്ര മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡാനിയുടെ സിസ്റ്റർ അത്ര മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാളല്ല. അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടുകാരൊക്കെ മരിക്കുകയാണ്, ഫാദർ മദർ സിസ്റ്ററൊക്കെ മരിക്കുകയാണ്. അപ്പം ഡാനിയുടെ ബോയ് ഫ്രണ്ടാണ് ക്രിസ്ത്യൻ. അയാൾ വലിയ എമ്പതി ഒന്നും ഇല്ലാത്ത ആളാണ്. പുള്ളി കുറേയൊക്കെ ഇവളെ ഹെൽപ്പ് ചെയ്യും, പക്ഷെ കുറേ കഴിയുമ്പോൾ ഇയാൾക്ക് മടുക്കും. ഹെൽപ്പ് ചെയ്ത് മടുക്കും, ഇമോഷണലി കൂടെ നിന്ന് മടുക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഡാനി ഭയങ്കര എന്താ പറയുക, ക്ലിങ്ങി ആയിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ, എപ്പോഴും അയാളെ വിളിച്ച് എപ്പോഴും അവൾക്ക് ഒരു അഷുറൻസ് വേണം, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. കോ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഡാനി. അങ്ങനെ ഇവരുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് സ്വീഡനിലുള്ള ഇവരുടെ ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവർ ചെല്ലുമ്പോൾ തന്നെ ഇവർക്ക് മറ്റേ മഷ്റൂം ഉണ്ടല്ലോ, നമ്മൾ മാജിക് മഷ്റൂം എന്നാണ് പറയുന്നത്, മഷ്റൂം ഉള്ള ഒരു ടീ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുടിച്ച് ഇവരെല്ലാവരും ഭയങ്കര കിളിവാറിയൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റിലാവും. അത് കഴിഞ്ഞ് ഒരു സൈക്കഡലിക് സ്റ്റേറ്റിലാവും. അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ചിയർഫുൾ ആയിട്ടുള്ള, ഭയങ്കര ഭംഗിയുള്ള, നല്ല എന്താ പറയുക, എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഗ്രാമമാണത്. അപ്പോൾ പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ എന്നാലും നമുക്ക് അവിടെ എന്തോ ഒരു റോങ് അടിക്കും. കാരണം ഇത്രയും നല്ലതായിട്ട് ആൾക്കാരെ കാണിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു റോങ് ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നും. എനിക്ക് റോങ് അടിച്ചു. അത് കഴിഞ്ഞ് റോങ് അടിച്ച് ഇങ്ങനെ എന്നാലും ഓക്കെ, നല്ല ഭംഗിയുള്ള സ്ഥലം. നമ്മളും ആ ടൂറിസ്റ്റുകളെ പോലെ തന്നെ നമ്മളും ആ സ്ഥലമൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പയ്യെ ഇവരുടെ ആചാരങ്ങളൊക്കെ ഇങ്ങ് പുറത്ത് വരാൻ തുടങ്ങും. ആചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്ര വയസ്സാണ് ഞാൻ മറന്നുപോയി, ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ അവിടെ അവർ തന്നെ മരിച്ചോളണം, അങ്ങനെയാണ്. അപ്പോൾ ഇവരെല്ലാവരും നല്ല രാവിലെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഇവരൊക്കെ ഒന്നിച്ചാണ്, ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ഒന്നിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുകയായിരിക്കും. അപ്പോൾ നമുക്കൊന്നും തോന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ഈ ജാഥ പോണ പോലെ ഒരു വലിയൊരു മലയുടെ മുകളിൽ രണ്ടുപേര് കയറിപ്പോവും. ഇവരിങ്ങനെ എല്ലാ ആൾക്കാരും താഴെ നിൽക്കും. കുറച്ച് പേരോട് മലയുടെ മുകളിൽ കയറിപ്പോവും. ഇതിൽ 2 വയസ്സായ ആൾക്കാരുണ്ട്. ഇവർ രണ്ടുപേരും ഓരോരുത്തരായിട്ട് താഴെ വീഴും, എന്ന് വെച്ചാൽ ഇങ്ങനെ താഴേക്ക് ചാടും. അപ്പോൾ താഴെ ചാടി മരിച്ചില്ലെങ്കിൽ ഇവരുടെ തല തല്ലിപ്പൊളിക്കും. ഇങ്ങനെ ഇവരെ കൊല്ലും, അതായത് അവർ മരിക്കണം. അപ്പോൾ തന്നെ അവിടെ ചെന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ മനസ്സിലാവും പെട്ടുപോയി. അപ്പോൾ അവർ എസ്കേപ്പ് ആവാനുള്ള പ്ലാൻ നോക്കും, പക്ഷെ അവർ എസ്കേപ്പ് ആവാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ ഓരോ തവണയും എസ്കേപ്പ് ആവാൻ പ്ലാൻ ഇടുന്നവരെ ഭയങ്കര ക്രൂരമായിട്ടുള്ള രീതിയിൽ അവർ കൊന്നുകളയും. അത് അവരുടെ ഒരു ആചാരത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ കൊല്ലുന്ന ആൾക്കാരെ. അത് നമുക്ക് അവസാനമാണ് മനസ്സിലാവുക. അത് കഴിഞ്ഞ് ഇവരുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നത് ഇതുപോലെ പുറത്തുനിന്ന് ഔട്ട്സൈഡേഴ്സിനെ കൊണ്ടുവന്ന് അവിടുത്തെ ഒരു കുട്ടി ഉണ്ടാവേണ്ടത് ഏത് സ്ത്രീയാണോ അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ വശീകരിച്ച് ഇവരുടെ എന്താ പറയുക, ഇവരുടെ വരുതിയിലാക്കുകയാണ്. അങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടന്ന് അവിടെ തലമുറകൾ ഉണ്ടാവുന്നത് മോസ്റ്റ്ലി. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഡാനിയുടെ ബോയ് ഫ്രണ്ട് ക്രിസ്റ്റീനയാണ് അവിടെയുള്ള ഒരു ലേഡി ഇങ്ങനെ ചെയ്യുന്നത്. അത് ഭയങ്കര എന്താ പറയുക, നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു സുഖം ഉണ്ടാവില്ല.
നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഡിസ്റ്റർബിങ് ആണത്. ആ ഒരു ഫേസ് ഒക്കെ ഇങ്ങനെ കടന്നു കടന്നു പോകും. ആ സിനിമയെ ഡിസ്റ്റർബിങ് ആണ്. ബേസിക്കലി ഇത്രയും കളർഫുള്ളായിട്ട് ഇത്രയും ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു സിനിമയാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തൊരു കളർ, എന്തൊരു നല്ല സിനിമാറ്റോഗ്രഫി ഉള്ളൊരു സിനിമയാണ്. പക്ഷെ ഇത്രയും ഒരു സിനിമയ്ക്ക് നമ്മളെ ബോൺ ചില്ലിങ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ ആ സിനിമ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം. ശരിയാണ്, ഹ്യൂമൻ സെന്റിപ്പീഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റർബിങ് ആണ്. പക്ഷെ അതിലെ ഒരു സെറ്റപ്പിങ് കാണുമ്പോഴും നമുക്ക് അത് ഡിസ്റ്റർബിങ് ആവാൻ പോകാൻ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ സിനിമ കണ്ടു വരുമ്പോൾ ഇത് എന്താണെന്ന് ആദ്യം മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോഴാണ് ഇത് ഇത്രയും ഹൊററാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും അവസാനം എത്തുമ്പോൾ അവിടെ മെയ്ക്ക് ക്യൂ എന്ന് പറയുന്ന ഒരു സെലക്ഷൻ ഉണ്ട്. മെയ്ക്ക് ക്യൂവിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ ഉണ്ട്. അത് ഡാൻസ് കളിച്ചിട്ടാണ് ഇതിൽ സെലക്റ്റഡ് ആവണേ. അങ്ങനെ ഡാനി ഇതിൽ സെലക്റ്റഡ് ആവാണ്. അപ്പോൾ അവസാനം ഇവക്ക് കോഡിപ്പെൻഡൻസി ആണ് വേണ്ടത്. അപ്പോൾ അവിടെ ആൾക്കാർ കൊടുക്കുന്നതും ഈ പറയുന്ന കോഡിപ്പെൻഡൻസിയാണ്. അവരെല്ലാവരും ഒന്നിച്ചാണ്, എല്ലാ കാര്യങ്ങളും ഒന്നിച്ചാണ്. പെൺകുട്ടി വശീകരിച്ചതിനൊക്കെ ശേഷം അത് കഴിഞ്ഞ് ക്രിസ്ത്യനെ ഇവർ കൊല്ലുന്നുണ്ട്. ഈ കൊല്ലുക എന്ന് പറയുന്നത് ചെറിയ രീതിയിലൊന്നുമല്ല. ഈ കരടിയുടെ തോല് ഈ ക്രിസ്ത്യന് ഉടുപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യനെ ഒരു ചെറിയൊരു ഹട്ട് അങ്ങനെ അവിടെ കൊണ്ടുപോവാണ്. അപ്പം പുള്ളിക്ക് ജീവനുണ്ട്. പിന്നെ ഇയാളുടെ കുറേ ഫ്രണ്ട്സ് കൂടിയാണല്ലോ അവിടെ പോയത്. അപ്പം ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരാളുണ്ട്. അവനെയൊക്കെ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ അവൻ്റെ സ്കിന്ന് മൊത്തം നമ്മൾ സ്കിന്ന് മാത്രമായിട്ട് എടുത്ത് പാവ പോലെ ആക്കി വെക്കുകയാണ്. എന്നിട്ട് തലയിലൊരു തൊപ്പിയൊക്കെ വെച്ച്, മണിയുള്ള ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് അവനെ ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ വേറെ അവിടെ കൊന്ന ആളുകളെയൊക്കെ ആ ഹട്ടിലേക്ക് കൊണ്ടുപോവാണ്. അത് അവരിയ്ക്കുന്ന പല രീതികളിലാണ്, പല എന്താ പറയുക സിക്കായിട്ടുള്ള രീതികളിലാണ് അവരുടെ ബോഡി ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അവരവിടെ കൊണ്ടുപോയി ആ ഹട്ട് അങ്ങനെ കത്തിക്കുകയാണ്. അപ്പം അത് കത്തിക്കുമ്പോൾ ക്രിസ്ത്യൻ ജീവനോടെയാണ് അതിൽ കത്തി മരിക്കുന്നത്. അപ്പോൾ ഈ കരടിയുടെ തോല് കൂടി ഇടുന്നതുകൊണ്ട് അയാൾക്ക് ചൂട് കൂടും എന്നാണ് പറയപ്പെടുന്നത്. സോ അയാൾ അത്രയും എന്താ പറയുക സഫർ ചെയ്താണ് ആ ക്യാരക്ടർ മരിക്കുന്നത്. അപ്പോൾ അവസാനം എത്തുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഫ്ലോറൻസ് പ്യൂഗിൻ്റെ ഡാനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചിരിക്കുന്നുണ്ട്. അതായത് അവളവിടെ പെട്ടുപോയി, അവൾക്കിനി അവിടെ നിന്നൊരു മോചനമില്ല, അവൾ മേയ്ക്കുമെന്നാണ്, അവളവിടെ ആയി. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ അവിടെ ഇനി ഒരു എസ്കേപ്പ് ഇല്ല എന്നുള്ള രീതിയിലാണോ ചിരിക്കുന്നത്, അതോ അവൾക്ക് വേണ്ട കോഡിപ്പെൻഡൻസി അവൾക്ക് കിട്ടി എന്നുള്ള രീതിയിലാണോ ചിരിക്കുന്നത്, എങ്ങനെയാണോ ചിരിക്കുന്നതെന്ന് അവസാനമുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ കണ്ടവർ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് തോന്നിയതെന്നുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു പടമായിരുന്നു. മസ്റ്റ് വാച്ച് ആണോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്കെന്തായാലും കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു സിനിമയായിരുന്നു. നമുക്കത് കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ മരവിച്ചൊരു ഇരിക്കലുണ്ടാവും. അപ്പോൾ ആ മരവിച്ചിരിക്കലാണല്ലോ ഒരു സിനിമയുടെ വിജയം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഈ സിനിമ നല്ലൊരു വിജയം കൈവരിച്ചൊരു സിനിമയാണ്. എന്തായാലും നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ഇതിൻ്റെ എന്താ പറയുക ആക്ടേഴ്സിൻ്റെ ആക്ടിങ് ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളിയായിരുന്നു. വെച്ചാൽ ചിരിച്ചുകൊണ്ടൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇതിലെ ഈ സ്വീഡനിലുള്ള ഈ ഗ്രാമത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ കൾച്ചർ അങ്ങനെയാണ്. അപ്പം ചില കൾച്ചറുകൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കില്ലല്ലോ. നമ്മുടെ അടുത്ത ജനറേഷന് പാസ് ചെയ്ത് പോയി അവരും അത് ചെയ്ത് അങ്ങനെ സ്പ്രെഡ് ആവുന്ന രീതിയിലാണല്ലോ ചില കൾച്ചറുകൾ പോവുക. ഇത് പക്ഷേ ഒരു ഇവിൾ കൾച്ചറാണ്. എന്തായാലും നല്ലൊരു പടമാണ്, നല്ലൊരു സിനിമയായിരുന്നു. സജസ്റ്റ് ചെയ്തതിന് താങ്ക് യു. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു. നല്ല സിനിമകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഒരുപാട് കമൻറ്റ്സ് നല്ല സിനിമകൾ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ സമയം പോലെ കണ്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നൊക്കെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഹെലൻ റിയാക്സ്. താങ്ക് യു.